നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്നാണ് ഫ്രാൻസും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. രാത്രി 12:30 നമ്മൾ കാണാൻ പോകുന്നൊരു തീപ്പൊരി പോരാട്ടമാണ്. കളിക്ക് മുന്നോടിയായിട്ട് സ്പെയിനിൻ്റെ കഴിഞ്ഞ മത്സരത്തിന് ശേഷം തന്നെ ലമീൻ യമാൽ പറഞ്ഞിരുന്നു, ഞങ്ങളെ അവർ പേടിക്കണം, ഫ്രാൻസ് ആരെങ്കിലും പേടിക്കണമെങ്കിൽ അത് ഞങ്ങളെയാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് സ്പെയിനിൻ്റെ ഭാഗത്ത് വന്ന താരവും ലമീൻ യമാലായിരുന്നു. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ആ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചു. കാരണം വലിയ രൂപത്തിൽ ആ പ്രസ്താവന ചർച്ചയായതാണ്. അതിനുള്ള യമാലിൻ്റെ മറുപടി, എന്നോട് അവർ ചോദിച്ചു പേടിയുണ്ടോ എന്ന് ചോദിച്ചു, ഫ്രാൻസിന് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പേടിയില്ല എന്ന്. എന്തിനു പേടിക്കണം, ഞങ്ങൾക്കാരെയും പേടിയില്ല, ഞങ്ങൾ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് എന്ന് തന്നെ ലമീൻ യമാൽ വീണ്ടും പറയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസിലെ സുപ്രധാനമായിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. എല്ലാം പറയുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ലമീൻ യമാൽ പറയുന്നു, ദേ ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് സ്കേർഡ് ഓഫ് ഫ്രാൻസ്. അവരെന്നോട് ചോദിച്ചു ഞാൻ ഫ്രാൻസിനെ ഭയക്കുന്നുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഞാനില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു ടീമിനെയും ഭയക്കുന്നില്ല, കാരണം ഞങ്ങൾ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്, എന്തിനു ഭയക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഫ്രാൻസിനെതിരെയുള്ള മത്സരം എന്ന് പറഞ്ഞാൽ അത് ആരാധകർക്ക്, കളി കാണുന്നവർക്കൊരു വലിയ ട്രീറ്റായിരിക്കും. അത് രണ്ട് ടീമുകളും അവരുടേതായിട്ടുള്ള മൊമെൻറ്റുകൾ എടുക്കുന്ന, വളരെ ഈക്വലായിട്ട് പോരാട്ടം നടത്തുന്ന ഒരു കളിയായിരിക്കും. എനിക്ക് യാതൊരുവിധ പ്രഷറും ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് കഴിയാവുന്നത്ര മികച്ച പ്രകടനമാണ് നടത്താൻ പറ്റുക. അതിനേക്കാൾ മുകളിലേക്ക് പോകാനും പറ്റില്ല, അതിനേക്ക് താഴേക്ക് പോകാനും പറ്റില്ല. ഞാൻ എൻ്റെ എല്ലാം കൊടുക്കും, എൻ്റെ ടീമിന് വേണ്ടിയിട്ട് എൻ്റെ എബിലിറ്റിയിലുള്ള എല്ലാം കൊടുക്കാൻ തയ്യാറായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലമീൻ യമാൽ പറയുന്നൊരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും ഫുട്ബോളാണ് എനിക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ എന്നെ തിരിച്ചറിയപ്പെടാനുള്ള അവസരം നൽകുന്നത്. നാളെ അത് വീണ്ടും സംഭവിക്കുന്നത് അദ്ദേഹം ഇന്നലെ PC പറയുകയാണ്, നാളെ അതിന് കൂടുതൽ വീണ്ടും അവസരം ലഭിക്കുകയാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. ഞാൻ മുൻപ് ഒരിക്കലും ഇമാജിൻ ചെയ്യാത്തൊരു കാര്യമാണ്. US ഒരു സിറ്റിയിലൂടെ ഞാൻ നടക്കുക, ആളുകൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുക, ഐ റിയലി അപ്രീസിയേറ്റ് ഇറ്റ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, നാളത്തെ മത്സരം, ഫ്രാൻസിനെതിരെയുള്ള മത്സരം എൻ്റെ കരിയറിലെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ്. ഞാൻ എന്നെ സ്വയം വേൾഡ് ചാമ്പ്യനായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടേറിയ കാര്യമാണത് നേടുക എന്നുള്ളത്. പക്ഷേ 2010 ഞങ്ങൾ ചാമ്പ്യന്മാരായ പോലെ വീണ്ടും ചാമ്പ്യന്മാരാവാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ലമീൻ യമാൽ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സിൽ എത്താം.